ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലഡുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയും കുറഞ്ഞ ടൈം വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സി ജാറിലോട്ടേക്ക് ഒരു 2.5 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആ മഞ്ഞൾപ്പൊടി ചേർത്തെന്ന് വെച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല. പിന്നെ 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പം ഇതിൽ കുറച്ച് ലൂസായി കിട്ടണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ഫൈനായിട്ട് വരും. പിന്നെ ഞങ്ങൾ ബൗളിൽ വെച്ച് മിക്സ് ആക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കട്ട ഇങ്ങനെ നീങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. മിക്സിയിലാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സി ജാറിൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ വന്ന ബാലൻസ് ഒക്കെ ഇതിലേക്ക് എടുക്കുകയാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ അങ്ങനെ 1/4 കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി. ബാറ്ററി ഈ ഒരു പരുവത്തിലാട്ടോ വേണ്ട. കൂടുതൽ ലൂസാവുകയും ചെയ്യരുത്, കൂടുതൽ ടൈറ്റ് ആവുകയും ചെയ്യരുത്. അങ്ങനെ എണ്ണ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്, ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഈ ഒരു പരുവത്തിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. പിന്നെ ഈ ലഡുമണി പോലെ ആക്കി എടുക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അത്ര കുറഞ്ഞ ടൈം വെച്ചിട്ട് റെഡിയാക്കാം. പിന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നത് കൂടുതൽ ബ്രൗൺ കളറാക്കി എടുക്കരുത് കേട്ടോ. അതേ കളറിൽ തന്നെ ചെറുതായിട്ടൊരു ക്രിസ്പി ആയി കിട്ടുന്ന സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല, മാത്രമല്ല കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. അങ്ങനെ ബാക്കിയൊക്കെ ഞാൻ ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇതിൽ ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്, ഈ മൂക്കുത്തിയില്ലേ അത് 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ലഡുവിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ വരും. അങ്ങനെ ഞാൻ ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ ലഡു നല്ല സോഫ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇതേപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്ത് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഇത് വറുത്തെടുത്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ വേറൊരു പാത്രത്തിലോട്ടേക്ക് പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. അതിൽ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഒറ്റനൂൽ പരുവെന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഒട്ടി വരുന്ന ആ ഒരു പരുവാകുന്ന സമയത്ത് അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഗീ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്, ഒന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. മിക്സാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് മിക്സായി കിട്ടണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ അത് അങ്ങ് ഇളക്കി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് മിക്സായി കിട്ടണം, ആ സിറപ്പിലൊന്ന് മിക്സായി കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനിവിടെ മുഴുവനായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെറു ചൂടോടുകൂടി തന്നെ അങ്ങനെ ബോൾസാക്കി എടുക്കുകയാണ്, പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ കുറച്ച് ചൂടാറിക്കഴിഞ്ഞാലും ആക്കിയെടുക്കാൻ പറ്റും. കാരണം ഷുഗർ സിറപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടി നമുക്ക് പെട്ടെന്ന് ബോൾസാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിവിടെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു റെഡിയാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.